2024 ജൂൺ 3 പൂനെ മഹാരാഷ്ട്ര. അതായത് കഴിഞ്ഞ ആഴ്ച 24-കാരനായ അബിത് കേത്കർ അയാളുടെ 2 സുഹൃത്തുക്കളും ചേർന്ന് പൂനെക്കടുത്തുള്ള കത്രാജ് എന്ന ഗ്രാമത്തിലെത്തുകയും ഒരു വീടിൻ്റെ മുന്നിലെത്തി കോളിംഗ് ബെൽ അമർത്തുകയും ചെയ്യുന്നു. ആ വീട്ടിലാണെങ്കിൽ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി മാത്രമാണ് താമസമുള്ളത്. അവൾ കതക് തുറന്ന ഉടനെ അബി അകത്തേക്ക് കയറി ആ യുവതിയെ ഛന്നം ഭിന്നം ബലാത്സംഗം ചെയ്തു. അവൻ്റെ സുഹൃത്തുക്കൾ പുറത്ത് കാവലും നിന്നു. യുവതിയുടെ പരാതിയിൽ പിന്നീട് പോലീസ് അബിയെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്തു. എന്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കാനുള്ള കാരണം? നമുക്ക് തിരിച്ചു വരാം. യുവതി നിലവിളിച്ചപ്പോഴാണ് സംഭവം തന്നെ പുറത്തറിഞ്ഞത്. ബലാത്സംഗത്തിനിരയായ സ്ത്രീക്ക് പൂനെയിൽ കുറച്ച് സ്ഥലം സ്വന്തമായുണ്ട്. അവർ അത് വിൽക്കാൻ കുറേ കാലമായി പരിശ്രമിക്കുകയാണ്. അങ്ങനെയാണ് അവർ നിതിൻ കത്കർ എന്നയാളെ പരിചയപ്പെടുന്നത്. ആ വസ്തു വിറ്റുകിട്ടാൻ വേണ്ടി അയാൾ യുവതിയെ സഹായിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് അത് വിൽപ്പന നടത്തുകയും ചെയ്തു. എന്നാൽ തനിയെ താമസിക്കുന്ന യുവതിയും നിതിൻ കത്കറും അപ്പോഴേക്കും മറക്കാനാവാത്ത വിധം പരസ്പരം അടുത്തുപോയിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം ഇരുവരും തമ്മിൽ പ്രണയബന്ധമായി വളരുകയായിരുന്നു. എന്നാൽ നിതിൻ കത്കർക്ക് ഭാര്യയും കല്യാണപ്രായമെത്തിയ മക്കളുമൊക്കെയുള്ള ആളാണ്. ഈ പ്രണയബന്ധം പിന്നീട് വീട്ടിലറിയുകയും അതിനെ ചൊല്ലി നിതിൻ കത്കറും അവരുടെ വീട്ടുകാരും തമ്മിൽ നിത്യവും വാക്കുതർക്കവുമായി. ഗതികെട്ട നിതിൻ കത്കറുടെ മകൻ തൻ്റെ 2 സുഹൃത്തുക്കളെയും കൂട്ടി കത്രാജിലുള്ള വീട്ടിലെത്തി. തുടർന്ന് സ്ത്രീ വാതിൽ തുറന്നതും അവൻ നേരിട്ട് അവരുടെ വീട്ടിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ സമയം സുഹൃത്തുക്കൾ വീടിന് പുറത്ത് കാവൽ നിൽക്കുകയും വാതിൽ പുറത്തു നിന്ന് പൂട്ടുകയും ചെയ്തു. നിനക്ക് എൻ്റെ അച്ഛന് മതിയോ, ഞാൻ യോഗ്യനല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അബി സ്ത്രീക്ക് നേരെ ബലപ്രയോഗം നടത്തിയത്. യുവതി അയാളെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ നിലത്തേക്ക് തള്ളിയിട്ട് അവൻ ചന്നം ഭിന്നം ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് യുവതി പിന്നീട് പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. ഈ വിഷയം നിതിൻ കത്കറുടെ വീട്ടിലും അറിഞ്ഞു. സംഭവം നടന്ന ദിവസം വീട്ടിൽ സ്ത്രീ തനിച്ചായിരുന്നു. ഇതിനിടയിൽ സ്ത്രീ ഒച്ചവെച്ചപ്പോൾ പ്രതികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തീർന്നില്ല. ഈ സംഭവം നടന്ന് അരമണിക്കൂറിന് ശേഷം നിതിൻ കത്കറുടെ വീട്ടിലറിയുകയും അവരുടെ ഭാര്യയും മകളും സുഹൃത്തും അമ്മാവനും കൂടെ വീണ്ടും യുവതിയുടെ വീട്ടിലേക്ക് വന്നു. തുടർന്ന് നിതിൻ കത്കറുടെ ഭാര്യയും ആ സ്ത്രീയും തമ്മിൽ വാക്കേറ്റമായി. അവർ അവളെ തെറി വിളിക്കുകയും മർദ്ദിക്കുകയുമൊക്കെ ചെയ്തു. മർദ്ദനത്തിൽ യുവതിയുടെ കണ്ണ്, തല, നെഞ്ഞ്, വാരിയൽ എന്നിവയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ സംഭവത്തിൽ പോലീസ് സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തി. അവർ പരാതി നൽകിയതിന് പിന്നാലെ അബിയെ പോലീസ് പിടികൂടുകയായിരുന്നു. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭമെന്ന് നമ്പ്യാർ പറഞ്ഞതുപോലെ കാമം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകൾ സുലഭൻ എന്നുകൂടെ പറയാം. ഇവിടെ ആർക്കാണ് സത്യത്തിൽ സന്തോഷവും സുഖവും കിട്ടിയത്? 3 കൂട്ടരുടെ കാര്യവും എടുക്കാം. 1 നിതിൻ ഗഡ്കർ, 2 യുവതി, 3 നിതിൻ്റെ ഭാര്യ മക്കൾ. എല്ലാവരും തുല്യ ദുഃഖിതരായി എന്ന് മാത്രമാണ് ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടുണ്ടായത്. ഇവിടെ തെറ്റ് നിതിൻ ഗഡ്കറുടെ ഭാഗത്ത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. യുവതി തനിച്ചാണ് താമസം. അവർ അയാളുടെ പ്രലോഭനങ്ങളിൽ വീണിട്ടുണ്ടാകാം. എന്നാൽ അയാൾ ചിന്തിക്കണമായിരുന്നു തനിക്ക് ഭാര്യയും വിവാഹപ്രായമെത്തിയ മക്കളുമുണ്ടെന്ന്. എന്നാൽ ഭാര്യയും മക്കളും ചിന്തിക്കേണ്ടത് ഇങ്ങനെയായിരുന്നു: അന്യ സ്ത്രീയോട് പോയി കലഹം ചെയ്തിട്ട് കാര്യമില്ല, ആദ്യം ശരിയാക്കേണ്ടത് നമ്മുടെ സാധനത്തിനെയാണ്. അവർ ഭാര്യയും മക്കളും ചേർന്ന് നിതിൻ ഗഡ്കറെ ശരിയാക്കണമായിരുന്നു. അത് ചെയ്യാതെ യുവതിയെ പോയി ആക്രമിച്ചതും മകൻ പോയി ബലാത്സംഗം ചെയ്തതും അനുഭവിക്കേണ്ട ശിക്ഷ തന്നെയാണ്. എന്നാൽ ഇതിനുമൊക്കെ അപ്പുറം ശരിക്കും ശിക്ഷ കിട്ടേണ്ടത് നിതിൻ ഗഡ്കർക്കാണ്. എന്നാൽ ഈ സംഭവത്തിൽ അയാൾ മാത്രം സുരക്ഷിതനും ഭാഗ്യശാലിയുമായി മാറി. ഇതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്.